അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തുടങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ 2 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. അത് ഇംഗ്ലീഷ്കേപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലെ ഒരു മാതൃകാ ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ചോദ്യം ആക്ടിവിറ്റി 1 നോക്കുക. ഓപ്പൺ ദ badge.svg ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ. എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ കൊടുത്തിരിക്കുന്ന badge.svg എന്ന് പറയുന്ന ഫയൽ തുറക്കുക. തുറന്നിട്ട് താഴെ കാണുന്നത് പോലെയുള്ള ഡിസൈൻ, കലോത്സവം വളണ്ടിയർ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഡിസൈൻ അതിനകത്ത് തയ്യാറാക്കി നമ്മുടെ എക്സാം 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ട് കൊടുത്തുകൊണ്ട് ഇത് സേവ് ചെയ്യുക. ഇത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു പ്രത്യേകത. ഓക്കെ, 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാം, ചെയ്തു തീർക്കാം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യമായിട്ട് ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ്, വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നു, തുറക്കുന്നു. ഓക്കെ, തുറന്നിട്ട് ഫയലിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യണം. എക്സാം ഡോക്യുമെന്റ്സിലാണുള്ളത്. എക്സാം ഡോക്യുമെന്റ്സിൽ SVG എന്ന് പറയുന്ന ഫയലുണ്ട്. അതെന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൽ പോയിട്ട് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ ഇതിൻ്റെ ടിക്ക് മാർക്ക്, ഷോ പേജ് ബോർഡർ എന്നുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കി ഈ വിൻഡോ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇഷ്ടംമാതിരി ഈ ഒരു സംഭവം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വോളണ്ടിയർ എന്നുള്ളത് നമുക്ക് വട്ടത്തിലായിട്ട് എന്ത് ചെയ്യണം, എഴുതി ചേർക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുക്കുന്നു, Ctrl+D ആണ്. എന്നിട്ട് അതിനെ ഒരു കളർ, മറ്റൊരു കളർ കൊടുത്ത് ഷിഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രൂപത്തിലേക്ക് ഇത് കിട്ടും. ഓക്കെ, വളരെ എളുപ്പമല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ടൂൾ എടുക്കണം. അതിനകത്താണ് നമ്മൾ എഴുതേണ്ടത് കലോത്സവം, KALOLSAVAM, കലോത്സവം, ഒരു 2-3 സ്പേസ്, SCH വോളണ്ടിയർ, VOLUNTEER 2-3 സ്പേസ്, SCHOOL സ്കൂൾ. ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ടൈപ്പിംഗ് ടൂള് ഇത് ഇത്തിരി ഒന്ന് വലുപ്പാക്കുക, ഒന്ന് നീട്ടി കുറുക്കിയൊക്കെ വെച്ച് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ റൗണ്ടിന് ചുറ്റുമായിട്ട് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ബട്ടൺ അമർത്തിപ്പിടിച്ച് രണ്ടാമത്തെ സർക്കിൾ ഒന്ന് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരേ ഒരു കാര്യം, ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ കൃത്യമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു ക്ലിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ചെറുങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അവിടെ വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത് ഇതിൻ്റെ കളർ ഒന്ന് എന്ത് ചെയ്യണം, മാറ്റണം. ഈ കളർ പാലറ്റിൽ നിന്നും യെല്ലോ കളറാക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നോർമൽ എന്നുള്ള മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ബോൾഡ് ആക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയായി. ഇതിനെ അല്പം ഒന്ന് മാറ്റിയിട്ട് വോളണ്ടിയർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി. ഇനി ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം. അതിനാണ് അടുത്ത മാർക്ക്. അപ്പോൾ ഇതിനെ PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോകുന്നു, എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് കൊടുക്കുന്നു. എക്സ്പോർട്ട് ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ GHSSലെ എക്സാം 10 എടുക്കുന്നു. 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 12345 _ ഗ്രൂപ്പ് 1 GR1 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇതിനെന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ.